ഇവിടെ ഇതൊന്നും നടക്കില്ലത്രേ. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ കണ്ട പോലുള്ള ഹൈന്ദവ കാഴ്ചകളൊന്നും ഇവിടെ കാണാൻ സാധിക്കില്ലത്രേ. കാരണം ഇത് കേരളമാണ്, ചുവന്ന മണ്ണാണത്രേ. ആദ്യം സർക്കാർ തലത്തിൽ അവഗണിച്ചു, പിന്നീട് മാധ്യമങ്ങൾ അവഗണിച്ചു. മലപ്പുറത്തല്ലേ നടക്കുന്നത്, കാണാം എന്ന് ചിലർ കൂട്ടും. എന്നാൽ സംഭവിച്ചതോ മലപ്പുറത്തുള്ള ഭാരതപ്പുഴയിൽ അഥവാ നിളയിൽ നിള ആരതി അടക്കമുള്ള കാഴ്ചകൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ തുടക്ക സമയത്ത് അത്ര ആൾക്കൂട്ടമൊന്നുമില്ലായിരുന്നു. എന്നാൽ ഓരോ ദിവസം കഴിയും തോറും ജനസഞ്ചയം അങ്ങോട്ടേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. ഇപ്പോൾ കാണുന്നത് ചരിത്രമാണ്. ഇത് കേരളമാണ്, ഇവിടെ മാറില്ല എന്ന് പറഞ്ഞവർ കണ്ണു തുറന്ന് കാണണം. ഇത് കേരളമാണ്, കേരളവും മാറും. വെറും സുരേന്ദ്രൻ മുതൽ പ്രമോദ് രാമൻ വരെ, അറക്കൽ മാഡം മുതൽ നെയ്യാറ്റിൻകര മാഡം വരെ കുറെ ഹിന്ദു നാമധാരികളെ ജമാഅത്തെ ഇസ്ലാമി പേറോളിൽ കൊണ്ടുനടന്ന് പരിപാലിക്കുന്നുണ്ട്. മലപ്പുറത്ത് ഇഷ്ടം പോലെ വർഗീയ മതപ്രസംഗങ്ങൾ സ്റ്റേജ് കെട്ടി നടക്കുന്നുണ്ട്. മുസ്ലിം ഗൈനക്കോളജിസ്റ്റിനെ മാത്രമേ കാണാൻ പാടുള്ളൂ എന്നത് മുതൽ ക്ഷേത്ര ഉത്സവങ്ങൾക്ക് സംഭാവന നൽകുന്നത് വേശ്യാലയത്തിന് സംഭാവന നൽകുന്ന പോലെയാണെന്ന പ്രസംഗം വരെ. ആ മലപ്പുറത്ത് ഹൈദരലിയുടെ, ടിപ്പുവിന്റെ 1921 കൊള്ള ബലാത്സംഗം വഴി മതം മാറ്റങ്ങൾ വരെ അതിജീവിച്ച് പോരാടി സ്വധർമ്മത്തിൽ ധീരതയോടെ നിലനിന്ന് പോരുന്ന 30% ഹിന്ദുക്കൾ ഇന്നുമുണ്ട് അവിടെ. അന്ന് ഗതികെട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വന്നവരുടെ ഫ്രസ്ട്രേറ്റഡ് തലമുറകൾ വക വിഗ്രഹാരാധന ശിർക്കാണ് എന്ന് അറബ് ഗോത്ര മത പഠിപ്പ് പഠിച്ചു വരുന്നവരുടെ അവഹേളനങ്ങൾ അതേ അവജ്ഞയോടെ തന്നെ നേരിടുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പത്രത്തിൽ കാശ് വാങ്ങി കോളം എഴുതുന്ന സുരേന്ദ്രൻ എന്ന ഹൈന്ദവ വിരോധിയോട് പറയാനുള്ളത്, മലപ്പുറം ആർക്കെങ്കിലും തീരെഴുതി കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ്. അവിടെ ഹിന്ദു ആരാധനകൾ നടക്കുമെന്ന് തന്നെയാണ്. ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിച്ചവരുടെ മുന്നിൽ തന്നെ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന വൻ ഭക്തജന പങ്കാളിത്തത്തോടെ, സംഘടനാ മികവിന്റെ തെളിവോടെ, RSS അജണ്ട എന്ന് ആദ്യമേ മുദ്രകുത്തപ്പെട്ട മാധ്യമങ്ങൾ പരമാവധി അവഗണിച്ച സർക്കാർ നിസ്സഹകരണങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും നേരിടേണ്ടി വന്ന മലപ്പുറം തിരുനാവായ മഹാമാഘമ കുംഭമേളയ്ക്ക് ദിവസവും ഒഴുകിയെത്തുന്ന 10,000-കണക്കിന് ഹൈന്ദവ വിശ്വാസികൾ. നിളയിൽ വിരിഞ്ഞ ഹൈന്ദവ ദീപം. ഇത് ഉത്തരേന്ത്യയിലെ നദിയല്ല, കേരളത്തിന്റെ സ്വന്തം നിള. ഭാരതപ്പുഴയാണ് എന്നറിഞ്ഞിട്ടും നിള എന്ന് പറയുമ്പോൾ ഭംഗി കൂടുന്നു. സന്ധ്യാനേരത്തെ നിള ആരതിയും കുംഭമേളയെ ഓർമ്മിപ്പിക്കുന്ന മുങ്ങിക്കുളിയും നമ്മളെ വാരണാസി കാഴ്ചകൾ ഓർമ്മിപ്പിക്കുന്നു. നിളയിൽ കുംഭമേളയെ ഓർമ്മിപ്പിക്കുന്ന മാഘമക മഹോത്സവം നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തൊരു പുച്ഛമായിരുന്നു, എന്തൊരു അവഗണനയായിരുന്നു, എന്തൊരു തടസ്സങ്ങളായിരുന്നു. ഉത്തരേന്ത്യയിലെ വിശ്വാസങ്ങൾ കേരളത്തിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമെന്ന് വരെ നമുക്കിടയിലെ ചിലർ പറഞ്ഞു പരത്തി. അതിനെയെല്ലാം കാറ്റിൽ പറത്തി. സാധാരണ ഹിന്ദു വിശ്വാസിയുടെ ഒഴുക്കാണ് കാണുന്നത്. ഇന്നത് ഇവിടുത്തെ ഹിന്ദുവിന്റെ അഭിമാനമായിരിക്കുന്നു, നിളയിൽ വിരിഞ്ഞ ഹൈന്ദവ ദീപം.